സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. വിവിധ വിഭാഗങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. കലോത്സവത്തോടനുബന്ധിച്ച് റോഡ് ഷോ ഇന്ന് നടക്കും. കോഴിക്കോട് നിന്നും സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി നാളെയാണ് കൊല്ലത്ത് എത്തുക. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണെന്ന് മനസ്സിലാകുന്നു. ഏതാണ് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? ലക്ഷ്മി, കൊല്ലം ഒന്നടങ്കം നാട്ടുകാരുമെല്ലാം ഈ കലോത്സവത്തെ വരവേൽക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ്. നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു സഹകരണം, അവരുടെ ഒരു വലിയ ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു കാത്തിരിപ്പ് ഈ കലോത്സവത്തിന് വേണ്ടിയുണ്ട്. നീണ്ട 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് ഈ കലോത്സവം എത്തുന്നത്, കൗമാരോത്സവം എത്തുന്നത്. ഏഷ്യയിലെ തന്നെ ഇത്രയും വലിയ ഉത്സവ മാമാങ്കത്തെ വരവേൽക്കുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ സംഘാടകരുടെ ഭാഗത്തുനിന്നും ഒപ്പം നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോട് കൂടിയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം, കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം ഈ കലോത്സവ നഗരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മലബാർ മേഖലകളിലെ സ്കൂളുകളിൽ നിന്നുമൊക്കെയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ കലോത്സവ നഗരിയിലേക്ക്, കൊല്ലം നഗരത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ തന്നെ സജീവമാകും കൊല്ലം നഗരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 14,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഇത്രയും വലിയ ഒരു കലാമാമാങ്കത്തെ വരവേൽക്കുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ തന്നെ 20ഓളം സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് സംഘാടക സമിതിയുടെ. അവരുടെ എല്ലാം ഭാഗത്തു നിന്ന് ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം കുട്ടികളൊക്കെ ചേരുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലം ബോയ്സ് സ്കൂളിലെ കുട്ടികളാണ്. നിങ്ങൾ ഇവിടുത്തെ തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണോ, അതോ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണോ? വോളണ്ടിയേഴ്സ് ആണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ കൊല്ലത്തെത്തിയിരിക്കുന്ന ഈ കലോത്സവത്തെ മനോഹരമാക്കാൻ വേണ്ടി നമ്മുടെ പ്രതിനിധികൾ എന്ന നിലയിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പരിസരം വൃത്തിയാക്കുന്നു, എല്ലാം റെഡിയാക്കുന്നു. അധ്യാപകരുണ്ടോ? ഒപ്പം എവിടം വരെ എത്തി സാർ? നമ്മളാണ് ആതിഥ്യത്വം വഹിക്കുന്നത്. 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്തെത്തുകയാണ് കലോത്സവം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങളും? NCC, SPC അതുപോലുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും ഇന്ന് ക്ലീനിങ്ങിനായിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ എത്തുന്നുണ്ട്. അതിനുശേഷം ഇനി ഓരോ സ്റ്റേജിൻ്റെയും പോലീസുകാരോടൊപ്പം തന്നെ ഇവർക്ക് കുറച്ച് ഒരു അവയർനെസ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യാൻ പോകുന്നത്. സ്റ്റേജ് ഡ്യൂട്ടി, ഗ്രേറ്റ് ഡ്യൂട്ടി, ഇതുപോലുള്ള ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കത്തക്ക രീതിയിൽ എല്ലാ സന്നദ്ധ സംഘടനകളിലെയും വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് അധ്യാപകരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ എടുത്ത തീരുമാനത്തിൽ ഉരുത്തിരിഞ്ഞത്. അതിലുള്ള കാര്യങ്ങൾക്കായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്? നമ്മുടെ സ്കൂളിൽ നിന്ന് വോളണ്ടിയേഴ്സായിട്ട് ഏതാണ്ട് 50 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളാണ് ഇതിൻ്റെ ഒഫീഷ്യൽസിൻ്റെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നത്. മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ, മലബാർ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടോ? വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി അതിന് പ്രത്യേകമുണ്ട്. 21 വേദികളിലായിട്ട് ആണ് നടക്കുന്നത്. അതിൽ ഒരു 10-15 സ്കൂളുകൾ അക്കോമഡേഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ആളുകൾ വന്നു തുടങ്ങി. അതിൻ്റെ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. വലിയ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ലക്ഷ്മി, അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അറിയാം. ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം കൊല്ലത്ത് ആ ഉത്സവ മാമാങ്കം എത്തുമ്പോൾ, കൗമാരോത്സവം എത്തുമ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും. അതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേള കൊല്ലത്തേക്ക് എത്തുമ്പോൾ വ്യക്തിപരമായി എനിക്കും വലിയ സന്തോഷമുണ്ട്. കാരണം കാസർഗോഡ് കലോത്സവം എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം കൊല്ലത്താണ് അടുത്ത വർഷമെന്ന് അനൗൺസ് ചെയ്ത് വലിയ സന്തോഷത്തോടെ, വലിയ ആർപ്പുവിളികളോടെയാണ് നമ്മുടെ ഈ ടീം ജനം കൊല്ലംകാരൊക്കെ അവിടെ നിന്നുകൊണ്ട് അതിനെ സ്വീകരിച്ചത്, ആ ഒരു അനൗൺസ്മെന്റ് കേട്ടുകൊണ്ട്. പക്ഷെ അതിനുശേഷം കോവിഡ് വന്നു. നമ്മുടെ ഒത്തുചേരലുകൾ, നമ്മുടെ മേളകൾ, നമ്മുടെ ആനന്ദങ്ങളെല്ലാം നമ്മൾ ഒരു 2 വർഷത്തേക്കെങ്കിലും മാറ്റിവെച്ചു. അതിനുശേഷം കോഴിക്കോട് വെച്ചായിരുന്നു. പക്ഷെ വീണ്ടും കൊല്ലത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായും വലിയ സന്തോഷം. മിഥുനും ഒക്കെ ആ ഒരു എനർജി അറിയാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെയാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുക, പങ്കാളികളാകുക, കലാമത്സരങ്ങളിൽ നിന്നുപരി 2 ദിവസം മുൻപ് തന്നെ അവിടെ വന്ന് വോളണ്ടിയേഴ്സായി ആ പരിസരം വൃത്തിയാക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം കുട്ടികൾ തന്നെ വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു പങ്കാളിത്തം അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം കൊല്ലത്തേക്ക് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞെത്തുന്ന കലോത്സവം ഏറ്റവും വിജയമാക്കാൻ കുട്ടികൾ ഇപ്പോൾ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളത്.
അത് തന്നെയാണ് ലക്ഷ്മി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘാടകർ നടത്തുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒരു വിളംബരം എന്നൊക്കെ രീതിയിലുള്ള കൊല്ലം ബീച്ചിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് ക്ലോക്ക് ടവറിന് സമീപത്തുമൊക്കെ ആയിട്ട് വിവിധ കലാപ്രകടനങ്ങൾ കുട്ടികൾ നടത്തുന്നുണ്ടായിരുന്നു. ആ സമീപത്തെല്ലാം ഈ കൊല്ലത്തെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ എല്ലാം ഒരു സജീവ പങ്കാളിത്തം ഈ കാര്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. അവരെല്ലാം വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഈ ഉത്സവ മാമാങ്കത്തിൽ ഒന്ന് അണിചേരുന്നതിന് വേണ്ടി, അതിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി. ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു മനുഷ്യർക്കും സാധിക്കത്തില്ല. പ്രത്യേകിച്ച് കൊല്ലംകാർക്ക് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെയും നമ്മുടെ കൊല്ലം ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ നാളുകളായിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു ഈ ഒരു ദിവസങ്ങൾക്ക് വേണ്ടിയുള്ളത്. അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ അണിചേരാൻ സാധിക്കുന്നു എന്നതിനുള്ളതൊക്കെ വലിയ സന്തോഷത്തോട് വലിയൊരു ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഞാനും എൻ്റെ ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടും, നമ്മുടെ കൊല്ലം ബ്യൂറോ ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടും, നമ്മുടെ സാരഥി ക്യാമറ സഹായി മനോജും ഒക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളും വളരെ ആവേശത്തിലാണ്. നമ്മുടെ ഒരു വലിയ സംഘം തന്നെ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് ഇവിടേക്ക് നിതിൻ, അതാണ് കാരണം പ്രൊമോ തയ്യാറാക്കാൻ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ഓട്ടമുണ്ട്. അതുമാത്രമല്ല സൂചിപ്പിച്ചതുപോലെ വലിയ സന്തോഷമുണ്ടെങ്കിലും വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്നുള്ളത്. എങ്കിലും നമ്മളത് വളരെ ഗംഭീരമായി നമ്മൾ ആ ഉത്തരവാദിത്വം 8-ാം തീയതി ഈ സ്കൂൾ കലോത്സവം തുടങ്ങി ആ മേള അവസാനിക്കുമ്പോഴേക്കും പൂർത്തിയാക്കുന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ടീമിന് ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ മീഡിയ സ്റ്റാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതും അവസാന ഘട്ടത്തിലാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമ്മുടെ സ്റ്റുഡിയോയും നമ്മുടെ താൽക്കാലിക സ്റ്റുഡിയോയും ഈ കലോത്സവ വേദിക്ക് തൊട്ടടുത്തായിട്ടുള്ള നമ്മുടെ മീഡിയ സ്റ്റാളിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ലക്ഷ്മി അടക്കമുള്ള ആളുകളെല്ലാം ഇവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു കാത്തിരിപ്പ്, നിങ്ങളെ സ്വീകരിക്കുന്നതിനുള്ള ഒരു കാത്തിരിപ്പുമായിട്ടാണ് ജനൻ ടിവിയുടെ കൊല്ലം ടീം നിങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മുടെ ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തും. ഇനി സജീവമാകും. ആ കലോത്സവ തുടുപ്പിൻ്റെ, ആ കൗമാരോത്സവത്തിൻ്റെ വിശേഷങ്ങൾ, മറ്റ് കാര്യങ്ങൾ, മാതാപിതാക്കളും അധ്യാപകരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ വാർത്തകൾ, വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് ജനൻ ടി വി എത്തിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ട് നമ്മളും കാത്തിരിക്കുന്നു. ഇനി രാവിലെ 10 മണിക്ക് ഈ പന്തലിൻ്റെ പ്രധാന വേദിയായിട്ടുള്ള പന്തലിൻ്റെയും മറ്റ് വേദികളിലെ പന്തലിൻ്റെയും എല്ലാം സമർപ്പണ ചടങ്ങാണ് നടക്കുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് നിർവഹിക്കുന്നത്. അത് 10 മണിയോടുകൂടി തന്നെ നടക്കും. 90% ഈ പ്രധാന വേദിയിലെ ആശ്രമ മൈതാനത്ത് ഈ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത്. ഇനി ചെറിയ ചില മിനുക്കുപണികളൊക്കെയാണ് ഈ പന്തലിൽ ബാക്കിയുള്ളത്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാക്കും. മറ്റ് 23 വേദികളിലും അവിടെയും ഉള്ള പരിപാടികളെല്ലാം, അതായത് പന്തലുമൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി വരികയാണ്. അവസാന വട്ടമായിട്ടുള്ള ചില മിനുക്കുപണികൾ അവിടെയും 23 വേദികളിലും നടക്കുന്നുണ്ട്. വിവിധ കമ്മിറ്റികൾ, 20ഓളം സംഘാടക കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണ കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി, മറ്റ് രജിസ്ട്രേഷൻ കമ്മിറ്റി, ആ രീതിയിലുള്ള കമ്മിറ്റികളും അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. രജിസ്ട്രേഷൻ നാളെ രാവിലെ 9:30 മുതൽ ആരംഭിക്കും. ഓരോ ജില്ലകളിൽ നിന്നും എത്തുന്ന ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഓരോ കൗണ്ടറുകൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കും. പിന്നെ വാഹന സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും നാളെ മുതൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുന്നുണ്ട്. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കലോത്സവ വേദികളിലേക്കും അക്കോമഡേഷൻ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്കൂളുകളിലേക്കും ഒക്കെ എത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉള്ള ആളുകളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയിക്കും. അങ്ങനെ അവിടെ നിന്ന് ഈ കലോത്സവ വേദിയിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകുന്നതിന് വേണ്ടി കലോത്സവ വണ്ടികൾ എന്ന പേരിൽ വാഹനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 30ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഈ കലോത്സവ വണ്ടികളിൽ കയറി വേദിയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കുമൊക്കെ വിദ്യാർത്ഥികൾക്ക് പോകാം. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നേരത്തേക്ക് ഒരു രുചിവൈഭവം തീർത്ത ആ കൈപുണ്യം തന്നെയാണ് ഇത്തവണയും ഉള്ളത്. 2023 ഉയർന്നു വന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു വിവാദം, പഴയിടം ഇനി അങ്ങോട്ട് കലോത്സവ വേദികളിൽ നമുക്കെല്ലാം രുചി വിളമ്പാൻ ഒരു സജീവ സാന്നിധ്യമായി ഇല്ലായിരുന്നു, ഒരു പക്ഷേ ഇനി പങ്കെടുക്കില്ല എന്ന് ഉയർന്നു വന്നൊരു ആശങ്ക. എന്തായാലും ആ ആശങ്കയ്ക്കൊക്കെ അറുതിയായിരിക്കുന്നു അദ്ദേഹം തന്നെയാണ്. പഴയിടത്തിൻ്റെ തന്നെ രുചി വൈഭവമാണ് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ കൊല്ലംകാരും മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നവരുമൊക്കെ അത് രുചിച്ചറിയാൻ പോകുന്നത് എന്നൊരു സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായി കലവറ നിറയ്ക്കലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അത് മന്ത്രി വി ശിവൻകുട്ടിയാണെന്ന് അറിയാൻ സാധിച്ചിരുന്നു. മേളയ്ക്ക് ഒരു നാളികേരം എന്ന പേരിൽ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു.
അത് ഇന്നലെയായിരുന്നു രശ്മി. മേളയ്ക്കൊരു നാളികേരം എന്ന പേരിൽ ആ കലവറ നിറയ്ക്കൽ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളുടെയും ഒക്കെ സഹകരണത്തോടു കൂടി നാളികേരം ഈ നമ്മുടെ ഭക്ഷണ സജ്ജീകരണത്തിന് വേണ്ടി നൽകുന്ന ഒരു പരിപാടിയാണ് ഈ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. അതായത് സ്കൂളുകളിൽ നിന്നുമൊക്കെ പറ്റുന്ന വിധത്തിൽ നാളികേരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി സഹായകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മേളയ്ക്കൊരു നാളികേരം എന്ന പേരിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു. അതിന്റെ ഉദ്ഘാടനം ശിവൻകുട്ടി നടത്തി. ഇന്ന് അതിനുള്ള ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്രയോൺ സ്കൂളിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും സജ്ജീകരണങ്ങളെല്ലാം പഴയ മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം അനാവശ്യ വിവാദങ്ങളുണ്ടായി, നോൺ വെജുമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. അത് അദ്ദേഹത്തെ വളരെ സമ്മർദ്ദത്തിലാക്കുന്നു, ബുദ്ധിമുട്ടിലാക്കുന്നു. അദ്ദേഹം പിന്മാറാൻ പോവുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് കലോത്സവത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒട്ടനവധി മുഴുവൻ ആളുകൾക്കും ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുശേഷം മന്ത്രി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു നോൺ വെജ് കലോത്സവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന്. പക്ഷേ ഇത്തവണത്തെ കലോത്സവത്തിന് മുൻപായിട്ട് വി ശിവൻകുട്ടി ആ നിലപാട് തിരുത്തി ഇത്തവണയും വെജിറ്റേറിയൻ തന്നെ ഉണ്ടാകുകയുള്ളൂ, സസ്യാഹാരമാണ് ഇത്തരത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഏറ്റവും ഗുണകരം എന്നുള്ള ഒരു ബഹുജനാഭിപ്രായത്തോട് സർക്കാരും എത്തിച്ചേർന്നു. അങ്ങനെ വീണ്ടും സസ്യാഹാരം മാത്രം മതിയെന്നുള്ള തീരുമാനത്തിലെത്തുന്നു. പഴയ മോഹനൻ നമ്പൂതിരി സജീവമാകുന്നു. കലോത്സവത്തിന്റെ രുചി വൈഭവം പകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈപ്പുണ്യം ഇത്തവണയും ഉണ്ടാകുന്നു. അത് ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു കാര്യമായി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. 2200 ആളുകൾക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പന്തലാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് പാചകപ്പുരയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 2200 ആളുകൾക്ക് ഒരുമിച്ചിരിക്കാം. 18 ഷിഫ്റ്റുകളായിട്ട് 18 പാർട്ടുകളായിട്ടായിരിക്കും ഇങ്ങനെ ആളുകളെ സജ്ജീകരിക്കുക. അതോടൊപ്പം മാധ്യമപ്രവർത്തകർക്കും മറ്റും ആളുകൾക്കുമൊക്കെ പോലീസ് അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേക കൗണ്ടറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ രാത്രിയിലെ രാത്രി ഭക്ഷണം മുതൽ പാചകപ്പുര സജീവമാക്കിക്കൊണ്ട് പഴയടം മോഹനൻ നമ്പൂതിരി ഉണ്ടാകും. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ, ചില ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചില സർപ്രൈസുകളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. അതെന്തൊക്കെയാണ് സർപ്രൈസ് എന്ന് ചോദിച്ചപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇത് തന്നെ ഇരിക്കട്ടെ, അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വാർത്തയാക്കാനുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. അത് മിഥുൻ, നമുക്കറിയാം ഈ ചില മേളകളിലൊക്കെ കലോത്സവത്തിന് പോകുമ്പോൾ നമ്മൾ ഈ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഈ പായസം വിളമ്പും. എന്നിട്ട് അവിടെ നടക്കുന്ന ഒരു മത്സരം അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെയാണ് മിഥുന് അറിയാമെന്ന് തോന്നുന്നു. കാരണം ഇത് എന്ത് ചേരുവ കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഈ പച്ചക്കറി വിഭവങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന പച്ചക്കറിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പായസം അത്രയും ഒരു മധുരമായി അതിലേക്ക് മാറുക. അങ്ങനെയുള്ള സർപ്രൈസുകളാണ് എപ്പോഴും പഴയടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ മിഥുൻ പറഞ്ഞ പോലെയാണ്, അദ്ദേഹം അത് വിട്ടു പറയില്ല. അവിടെ ചെന്ന് നമ്മൾ ഊഹിച്ചൊക്കെ അറിയണം. അവസാനമായിരിക്കും നമ്മൾ അതിൻ്റെ രഹസ്യമൊക്കെ അറിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും രുചി വൈഭവം അത് പഴയടത്തിൻ്റെ തന്നെ ഇനിയും അത് അനുഭവിച്ചറിയാൻ നമുക്ക് 4-ാം തീയതി തൊട്ട് സാധിക്കും എന്നുള്ളതും വലിയ സന്തോഷമാണ്. 4-ാം തീയതി തൊട്ടെല്ലാം ഇതിന് പറഞ്ഞനുസരിച്ച് നാളെ രാത്രി മുതൽ അദ്ദേഹത്തിന്റെ കലവറ തുറക്കും എന്ന് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും രശ്മി, ആ കാര്യത്തിൽ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. എന്താണ് ഇദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് എന്നറിയാൻ. ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കലോത്സവം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ എന്തായാലും എനിക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു ബൈറ്റ് തന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ചോദിച്ചത് എന്തൊക്കെ സർപ്രൈസുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ അതൊക്കെ ഒരു വാർത്തകളൊക്കെ ആയിട്ട് അദ്ദേഹം ഇന്ന സർപ്രൈസ് ഭക്ഷണ കാര്യത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ മാധ്യമപ്രവർത്തകർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം, ആ സമയമാകുമ്പോൾ പുറത്തുവിടുമ്പോഴല്ലേ അത് സർപ്രൈസ് ആകത്തുള്ളൂ. ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ ഒരു സർപ്രൈസ് അവിടെ നിലനിൽക്കുന്നു. ആ ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ അക്കോമഡേഷൻ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ടാണ് 30ഓളം സ്കൂളുകൾ ഇതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകം സ്കൂളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 14 സ്കൂളുകൾ പെൺകുട്ടികൾക്കും 9 സ്കൂളുകൾ ആൺകുട്ടികൾക്കും മാത്രമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സ്കൂളുകളിൽ വനിതാ പോലീസിന്റെ അടക്കം സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെയും ഭക്ഷണം, മറ്റ് കാര്യങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ, മറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടെന്നും സംഘാടകർ അറിയിക്കുന്നുണ്ട്. ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പിന്നെ പറയാനുള്ളത് ഈ വാഹന സൗകര്യമാണ്. ഓരോ വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് 24 വേദികളാണ് ആകെയുള്ളത്. ഈ 24 വേദികളിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് വളരെ വേഗത്തിൽ ആളുകളെ, വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ഒക്കെ എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട്. സംഘാടകർ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. അവർ പറയുന്നത് ഞങ്ങൾ ക്രമീകരണങ്ങളെല്ലാം യഥാവിധി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാവുകയില്ല, ഈ തവണത്തെ കലോത്സവം കുറ്റമറ്റതാക്കി തീർക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്, ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. അങ്ങനെ ഏറ്റവും മനോഹരമായി, ഏറ്റവും കുറ്റമറ്റതായിട്ടുള്ള രീതിയിൽ, ഏറ്റവും ഭംഗിയായി തന്നെ ഈ കൊല്ലത്തെ കലോത്സവവും അടുത്ത
ആഴ്ചയോടുകൂടി പൂർത്തിയാക്കാൻ കഴിയട്ടെ. അത് ഏറ്റവും മനോഹരമായി തന്നെ റിപ്പോർട്ട് ചെയ്യാൻ നമുക്കും സാധിക്കട്ടെ. ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിൽ പോലും അത് അതിൻ്റെ മാധുര്യം കുറയ്ക്കാതെ, അതിൻ്റെ തനിമ കുറയ്ക്കാതെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിക്കാൻ നമുക്കും സാധിക്കട്ടെ. ജനം ടിവിയോടൊപ്പം തന്നെ പ്രേക്ഷകരും ചേരുക. കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ, കലോത്സവത്തിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും വലിയ വിശേഷങ്ങളും എല്ലാം കൃത്യസമയത്ത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ജനം ടിവിയും ജനം ടി വി സംഘവും സജ്ജമാണ്. ലക്ഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് സഹപ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതിനുള്ള കാത്തിരിപ്പുമായിട്ട് ഞങ്ങളും ഇവിടെ നിങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി അതാണ് എന്തായാലും നാലാം തവണയാണ് കൊല്ലത്ത് കലോത്സവം. 1.5 ശേഷം കൊല്ലത്തേക്ക് കലോത്സവം എന്നെ ഹോം ടൗൺ ആണ്. അതിൻ്റെ ഒരു വ്യക്തിപരമായ സന്തോഷമാണ് ഞാൻ തുടക്കത്തിൽ തൊട്ട് തന്നെ പറഞ്ഞു. കാരണം വീട്ടിൽ നിന്ന് എനിക്ക് വന്ന കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. ഒപ്പം മിഥുൻ, നമ്മൾ ഈ ബാക്കി കാര്യങ്ങളെല്ലാം കവർ ചെയ്തു. ഇനി ഈ സ്വർണ്ണക്കപ്പ് കോഴിക്കോടും തിരിച്ചു വന്നറിയുന്നു. അതിനെ വരവേൽക്കുന്നത് നാളെയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട്, ഈ വരവേൽപ്പുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെയാണ് ഈ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്? ലക്ഷ്മി, ഇന്ന് രാവിലെ 8 മണിക്ക് സ്വർണ്ണക്കപ്പ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ സ്വർണ്ണക്കപ്പിനെ വളരെ ആഘോഷപൂർവ്വം തന്നെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയുടെ അതിർത്തി കടന്നെത്തുന്ന ഭാഗങ്ങളിലെല്ലാം ഈ സ്വർണ്ണക്കപ്പിന് വരവേൽപ്പ് ഉണ്ടാകുമെന്നാണ്. നാളെ വൈകിട്ട് 3 മണിയോട് കൂടിയാണ് ആശ്രാമ മൈതാനത്തേക്ക് സ്വർണ്ണക്കപ്പ് എത്തുക. ഇവിടെ സ്വർണ്ണക്കപ്പ് എത്തുമ്പോഴും വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഘോഷയാത്രയ്ക്ക് സ്വീകരണമുണ്ടാകും. അതിനുവേണ്ടിയുള്ള വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ കലാപ്രകടനങ്ങൾ നടത്താൻ സ്കൂളുകളിലെ കലാപ്രതിഭകളെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് സംഘാടകർ. അങ്ങനെ ഈ കൊല്ലം ജില്ലയുടെ അതിർത്തി കടന്നെത്തുന്ന പ്രദേശങ്ങളിലെല്ലാം സ്വീകരണമുണ്ടാകും. അവിടെ മുതൽ തുടങ്ങുന്ന സ്വീകരണം വിവിധ ഭാഗങ്ങളിൽ, വിവിധ പോയിന്റുകളിൽ സ്വീകരണം ഒരുക്കിക്കൊണ്ടായിരിക്കും മുന്നിട്ട് ആശ്രമ മൈതാനം വരെ വൈകിട്ട് 3 മണിക്ക് എത്തിച്ചേരുന്ന സമയം വരെയും അത്രയും സ്വീകരണം ഉണ്ടാകും, സ്വീകരണം ഒരുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഓരോ പോയിന്റുകളിലും, കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ ഓരോ പോയിന്റുകളിലും സ്വീകരണം ഒരുക്കും എന്നും പറയുന്നുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അത് സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പറയാം. ഞാൻ പെട്ടെന്ന് ആ പോയിന്റുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളുള്ളതുകൊണ്ട് അത് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് പിന്നീട് പറയാം. പക്ഷേ ആശ്രമ മൈതാനത്ത് 3 മണിയോട് അടുത്തെത്തുന്ന 3 മണിക്ക്, നാളെ 3 മണിക്ക് ആശ്രമ മൈതാനത്ത് ഈ ഘോഷയാത്ര എത്തുമ്പോൾ വലിയ രീതിയിലുള്ള സ്വീകരണം ഇവിടെ ഉണ്ട്. വലിയ കലാപ്രതിഭകൾ ഈ സ്വീകരണത്തെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് പാട്ടും മേളവും ഡാൻസും നൃത്തവും ഒക്കെ ഒരുക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ, കൊല്ലം ജില്ലയുടെ സ്കൂളുകളിലെയുമൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ സ്വർണ്ണക്കപ്പ് നാളെ എത്തും. ഇന്ന് വിളംബര ഘോഷയാത്ര ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്നുണ്ട്. കൊല്ലം ടൗൺ ചുറ്റിക്കൊണ്ടുള്ള ഒരു വിളംബര ഘോഷയാത്രയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. അതും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടികൾ, കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പാരമ്യത്തിൻ്റെ ഒരു അവസാന നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം, വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു വിളംബര ഘോഷയാത്രയും മുഴുവൻ സ്കൂളുകളിലെയും കുട്ടികൾ ചേർന്നുകൊണ്ടുള്ള ഒരു വിളംബര ഘോഷയാത്ര നടക്കുന്നു. നാളെ 4-ാം തീയതി രാവിലെ 9 മണിക്കാണ് പതാക ഉയർത്തൽ. 10 മണിയോട് അടുത്ത് 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും. 10 മണിക്ക് ഉദ്ഘാടന സമയം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം മോഹിനിയാട്ടമാണ് ഈ വേദിയിൽ ആദ്യം നടക്കുക. മിഥുനാണ് വളരെ വിശദമായ റിപ്പോർട്ട് കൊല്ലത്ത് കലോത്സവ വേദിക്ക് അരികിൽ നിന്ന് നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം അവസാന വട്ടത്തിലേക്ക് കടക്കുകയാണ്.